തിരുവനന്തപുരത്ത് അഭിഭാഷക മർദ്ദനത്തിന് ഇരയായ സംഭവത്തിൽ വിശദമായ തെളിവെടുപ്പ് നടത്താൻ ബാർ കൌൺസിൽ തീരുമാനം. നടന്ന സംഭവങ്ങളെക്കുറിച്ച് പരാതിക്കാരിയും സീനിയർ അഭിഭാഷകനും പരസ്പര വിരുദ്ധമായ മൊഴി നൽകിയ സാഹചര്യത്തിലാണ് വസ്തുത കണ്ടെത്താനുള്ള നടപടി. ഇതിനായി 3 അംഗ അച്ചടക്ക സമിതിയെ നിയോഗിച്ചു. വക്കീൽ ഓഫീസിൽ വെച്ച് വനിതാ അഭിഭാഷകയെ തന്റെ സീനിയർ മർദ്ദിച്ച സംഭവത്തിൽ ബാർ കൌൺസിൽ ഇരുകൂട്ടരുടെയും മൊഴി രേഖപ്പെടുത്തി. പരാതിക്കാരിയായ ശ്യാമിലി കൊച്ചിയിലെ ബാർ കൌൺസിൽ ഓഫീസിൽ നേരിട്ട് ഹാജരായി തന്റെ ഭാഗം വിശദീകരിച്ചു. ആരോപണ വിധേയനായ അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് ഓൺലൈൻ വഴിയാണ് ഹാജരായത്. ഓഫീസിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഇരുകൂട്ടർക്കും പറയാനുള്ളത് ബാർ കൌൺസിൽ കേട്ടു. ഓഫീസിൽ വെച്ച് ബെയ്ലിൻ ദാസ് മുഖത്തടിച്ചുവെന്ന് ശ്യാമിലി ബാർ കൌൺസിലിലും ആവർത്തിച്ചു. ഞാൻ എന്തായാലും എൻ്റെ പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുവാണെന്ന് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. ബാർ കൌൺസിലിന് പൂർണ്ണ വിശ്വാസമുണ്ട്. തക്കതായ ഒരു നടപടി തന്നെ അവർ സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ആരോപണം ബെയ്ലിൻ ദാസ് തള്ളി. പരസ്പര വിരുദ്ധമായ മൊഴികൾ വന്നതോടെയാണ് വസ്തുത കണ്ടെത്താൻ തെളിവെടുക്കാൻ ബാർ കൌൺസിൽ തീരുമാനിച്ചത്. അച്ചടക്ക സമിതി വക്കീൽ ഓഫീസിൽ സംഭവ സമയത്തുണ്ടായിരുന്നവരെ വിളിപ്പിച്ച് തെളിവെടുപ്പ് നടത്തും. നടന്ന സംഭവം എന്തെന്ന് കണ്ടെത്തി ആവശ്യമായ നടപടിയെടുക്കാനാണ് ബാർ കൌൺസിലിന്റെ തീരുമാനം. സാധാരണ സിവിൽ കോടതികളെ പോലെ തന്നെ എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഹർജിക്കാരിക്കും അതുപോലെ തന്നെ എതിർകക്ഷിയായ ബെയ്ലിൻ ദാസിനും കിട്ടും. എല്ലാ അവസരങ്ങളും കിട്ടും. ആ അവസരങ്ങൾ അവർ ഉപയോഗപ്പെടുത്തും. ഇവർക്ക് വേണ്ടി അഭിഭാഷകർക്ക് ഹാജരാവും. അച്ചടക്ക സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകും. അത് ബാർ കൌൺസിൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.